കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നമുക്ക് തിരുവചനത്തിൽ നിന്ന് ചില ചിന്തകൾ പങ്കുവെക്കുവാനിടയായതിൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. മനുഷ്യൻ്റെ രക്ഷയോടുള്ള ബന്ധത്തിൽ തിരുവചനം പഠിച്ചാൽ ഏതാണ്ട് 5 യുഗങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഈ യുഗങ്ങളെ പറ്റി പഠിക്കുന്നതും നമുക്ക് വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി തീരും. മനുഷ്യൻ്റെ രക്ഷയോടുള്ള ബന്ധത്തിലാണ് ഞാൻ പറഞ്ഞത്. 5 യുഗങ്ങളെ നമുക്ക് കാണാൻ കഴിയും തിരുവചന വെളിച്ചത്തിൽ. അതിൽ ഒന്നാമത്തെ യുഗമാണ് മനസ്സാക്ഷി യുഗം എന്ന് പറയുന്നത്. മനസ്സാക്ഷി യുഗം എപ്പോൾ മുതൽ എപ്പോൾ വരെയാണെന്ന് നാം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. മനസ്സാക്ഷി യുഗം ആദാം മുതൽ മോശ വരെയാണ് നിലനിന്നത്. ഇതാണ് ഒന്നാമത്തെ യുഗമെന്ന് പറയുന്നത്. രണ്ടാമത്തെ യുഗമെന്ന് പറയുന്നത് ന്യായപ്രമാണ യുഗമാണ്. ന്യായപ്രമാണത്തിൻ്റെ ആരംഭം മോശ മുതൽ കാൽവറി വരെയാണ്. ഒന്നുകൂടെ പറയാം, ന്യായപ്രമാണ യുഗം അഥവാ രണ്ടാമത്തെ യുഗം മോശ മുതൽ കാൽവറി വരെയാണ്. മൂന്നാമത്തെ യുഗമെന്ന് പറയുന്നത് കൃപായുഗമാണ്. അതിൻ്റെ ആരംഭം കാൽവറി മുതൽ അഥവാ പെന്തക്കോസ്ത് മുതൽ നമ്മുടെ കർത്താവിൻ്റെ മധ്യാകാശ വരെയുള്ള യുഗമാണ് കൃപായുഗം. നാലാമത്തെ യുഗമാണ് മഹാപീഡനയുഗം. ചുരുങ്ങിയ ഒരു കാലയളവാണെങ്കിലും മഹാപീഡനയുഗം. അത് മധ്യാകാശം മുതൽ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷത വരെയാണ്. ഒടുവിലത്തെ 5-ാമത്തെ യുഗം സഹസ്രാബ്ദ യുഗമാണ്. മഹത്വ പ്രത്യക്ഷത 1000 ആണ്ട് വരെ. ഇങ്ങനെ നമ്മുടെ മനുഷ്യൻ്റെ രക്ഷയോടുള്ള ബന്ധത്തിൽ 5 യുഗങ്ങളെ നമുക്ക് വേർതിരിച്ച് പഠിക്കാൻ കഴിയും. ഓരോ യുഗങ്ങളിലും ദൈവം മനുഷ്യനോട് ഇടപെട്ടുകൊണ്ടിരുന്ന ദൈവിക ഇടപെടലുകൾ. ഈ 5 യുഗങ്ങളെ നാം വ്യത്യസ്തമായി പഠിച്ചില്ല. അതിൽ ഏറ്റവും മനോഹരമായ ഒരു യുഗമാണ് കൃപായുഗം അഥവാ ഇന്ന് നാം ഓരോരുത്തരുമായിരിക്കുന്ന കൃപായുഗം. പെന്തക്കോസ്തിൽ ആരംഭിച്ച കൃപായുഗം കർത്താവിൻ്റെ മധ്യാകാശ വരവോടുകൂടി അവസാനിക്കുന്ന യുഗവും കൂടിയാണത്. ഈ കൃപായുഗത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ കൃപായുഗത്തിൽ ആർക്കും രക്ഷിക്കപ്പെടുവാനുള്ള സാഹചര്യം ദൈവം ഒരുക്കിയിട്ടുണ്ട്. യാതൊരു കർമ്മവും ചെയ്യാതെ, തീർത്ഥാടനങ്ങൾ നടത്താതെ രക്ഷ പ്രാപിക്കുവാനുള്ള സാഹചര്യം ദൈവം ഒരുക്കിയിട്ടുണ്ട്. അത് പൗലോസ് അപ്പോസ്തലൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു. അപ്പോസ്തലരുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായിട്ടെണ്ണുന്നില്ല. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 24-ൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷ തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. ഒരിക്കൽ കൂടി ആ വേദവാക്യം ഞാനൊന്ന് ഉച്ചരിക്കാം. ആ വേദവാക്യം നമുക്ക് വളരെ ആശ്വാസവും ധൈര്യവും തരുന്ന. അപ്പോസ്തലൻ പറഞ്ഞു, എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. അപ്പോൾ ആ വചനത്തിൽ നിന്നും തെളിയുന്നത് കൃപയുടെ സുവിശേഷം ഇന്ന് മാനവജാതിയോട് ദൈവം അരുളി ചെയ്തുകൊണ്ടിരിക്കുന്നത് കൃപയുടെ സുവിശേഷമാണ്. വിശ്വാസം എന്ന ഒരൊറ്റ വ്യവസ്ഥയിൽ കൂടി ആർക്കും രക്ഷിക്കപ്പെട്ട്
ദൈവവൈതലായി തീരുവാനുള്ള സാഹചര്യം, അവസരം ദൈവം കൊടുത്തിരിക്കുക. വിശ്വസിക്കണമെന്നൊരു പ്രമാണം മാത്രം. എന്നാൽ ഈ കൃപായുഗത്തിലെ രക്ഷ നഷ്ടപ്പെടുത്തി കളയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ പരിതാപകരമായ ഒരവസ്ഥയാണ്. രക്ഷിക്കപ്പെട്ട് സൗജന്യമായി കർത്താവിൻ്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി തീരുവാനും ഈ ഭൂമുഖത്ത് കർത്താവിനെ സേവിച്ച് സ്നേഹിച്ച് ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നെന്ന് വായിക്കുന്നത് പോലെ കർത്താവിനോടൊപ്പം ഈ ഭൂമിയിൽ നടക്കുന്നത് അനുഗ്രഹമായൊരു പദവി തന്നെയാണ്. കാരണം നമുക്ക് തന്നിരിക്കുന്ന അവസരം വളരെ വിലപ്പെട്ടതാണ്. കർത്താവിനെ സേവിപ്പാൻ, സ്നേഹിപ്പാൻ, സാക്ഷ്യം പുലർത്തുവാൻ നമുക്കിടയാകുന്നു എങ്കിൽ അത് വലിയ ഭാഗ്യമാണ്. നമ്മൾ ആ ക്രൂശിലേക്കൊന്ന് നോക്കിയാൽ ആ ക്രൂശിൽ കിടന്ന കള്ളൻ, 2 കള്ളന്മാരിൽ ഒരുവൻ ആ ജീവൻ പോകുന്നതിന് അല്പം മുൻപ് കർത്താവ് യേശുവിനോട് പറഞ്ഞു, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമെന്ന്. ആ ക്ഷണം തനിക്ക് രക്ഷിക്കപ്പെട്ട് ദൈവതലത്തിനൊരു ഭാഗ്യം ലഭിച്ചു. അതിൻ്റെ ഒരു മറുവശം, കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യുവാൻ പിന്നീട് തനിക്ക് അവസരം കിട്ടിയില്ല എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് രക്ഷിക്കപ്പെടുവാനും തുടർന്ന് ഭൂമിയിൽ തന്നെ ആയിരിക്കുവാനും കർത്താവിനെ സേവിക്കുവാനും സ്നേഹിക്കുവാനും അനുഗമിക്കുവാനും തന്നിരിക്കുന്ന അവസരം എത്രയോ ഭാഗ്യമുള്ളതാണ്. നാം ഇന്ന് മനസ്സാക്ഷി യുഗത്തിലല്ല, ന്യായപ്രമാണ യുഗത്തിലുമല്ല, മഹാപഠന യുഗത്തിലുമല്ല, സഹസ്രാബ്ദ യുഗത്തിലുമല്ല, പിന്നെയോ കൃപായുഗത്തിലാണ്. അതേ, ഈ കൃപായുഗത്തിൽ അതേ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. ഈ കൃപായുഗ കാലയളവിൽ രക്ഷിക്കപ്പെടുവാൻ, ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ, പാപത്തിൻ്റെ പരിഹാരം വരുത്തുവാൻ, പാപത്തിൻ്റെ ബന്ധനമടിച്ച് പാപത്തിൻ്റെ തടവറയിൽ നിന്ന് കരകയറുവാൻ അതേ നമുക്ക് ഭാഗ്യം ലഭിച്ചു. നമുക്കതോർത്ത് നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. നമ്മുടെ സ്നേഹം കർത്താവിനോട് അറിയിക്കാം. 118 സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അതെ, സങ്കീർത്തനക്കാരനോട് പറയുക, എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. 118 സങ്കീർത്തനമല്ല, 18 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും നമുക്ക് കർത്താവിനോട് നമ്മുടെ വായാൽ തുറന്ന് പറയാം, കർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അതെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. 18 സങ്കീർത്തനത്തിലെ 1 വാക്യമാണ് ഞാൻ വായിച്ചത്. അവിടെ സങ്കീർത്തനക്കാരൻ പറയുക, എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അത് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണെന്നും തലക്കെട്ടിൽ എഴുതിയിട്ടുണ്ട്. ഈ കൃപായുഗത്തിൽ നമുക്കും കർത്താവിനെ ആഴമായി സ്നേഹിച്ച് അനുസരിച്ച് നീതിയുള്ള വിശുദ്ധിയുള്ള ഒരനുഗ്രഹീതമായ ഉണങ്ങി വരണ്ട പരാജയപ്പെട്ട തോൽവി അടഞ്ഞ ഒരു ക്രിസ്തീയ ജീവിതമല്ല, അനുഗ്രഹീതമായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. കർത്താവിൻ്റെ കാൽക്കലിരിക്കാം. മറിയ കർത്താവിൻ്റെ കാൽക്കലിരുന്ന് കേട്ട് പഠിച്ചതുപോലെ കർത്താവിൻ്റെ കാൽക്കലിരുന്ന് പഠിച്ച് കർത്താവ് യേശു പറഞ്ഞ, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എൻ്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ എന്ന് പറഞ്ഞതുപോലെ കർത്താവിൻ്റെ കാൽക്കലിരുന്ന് പഠിച്ച് അതേ അനുഗ്രഹം പ്രാപിപ്പാൻ ഈ വചന പഠനം മുഖാന്തരം നമ്മൾക്കിടയാക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.